Debate with Dr. Arun Kumar. സർക്കാരിനെ വെട്ടിലാക്കിയ PR വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. സർക്കാരിനോ തനിക്കോ PR ഏജൻസിയില്ല. അഭിമുഖം നൽകണമെന്നാവശ്യപ്പെട്ട് CPM നേതാവിന്റെ മകൻ സുബ്രഹ്മണ്യമാണ് സമീപിച്ചതെന്നും അതിനെ തുടർന്നാണ് സമയം അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഭിമുഖത്തിനിടെ മൂന്നാമതൊരാൾ എത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാറുടെ മകനാണ്. വന്നപ്പോൾ ഇവർ രണ്ടുപേരാണ്. ഒന്ന് ഒരു ലേഖികയാണ്. ഇൻ്റർവ്യൂ ആരംഭിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി. ഈ പറയുന്ന തരത്തിൽ ഒരു ഭാഗം സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മാന്യമായിട്ട് തന്നെ ഹിന്ദു അതിനകത്ത് ഖേദം രേഖപ്പെടുന്ന അവസ്ഥയുണ്ടായത്. വളരെ മാന്യമായ നിലയാണ് അവർ സ്വീകരിച്ചത്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്. പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല. ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല. ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഒരു ഏജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. കേസിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ദ ഹിന്ദു പത്രത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചോദിച്ചു. ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഓഫർ ചെയ്തത്. രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി. വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാം. ഗീബൽസിനെ പോലെ. PR വിഷയത്തിൽ മാപ്പാക്കി തടിയൂരിയോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, CPM പ്രതിനിധി ജെയ്സി തോമസ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ എന്നിവർ ചേരുന്നു. ആദ്യം ജെയ്ക്കിലേക്ക്. ജെയ്ക്ക്, 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം നടത്തിയ സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രസംഗത്തിലാണ് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അവതാരങ്ങൾ ഉണ്ടാവുന്നതിനെ ശക്തമായി ചെറുക്കും ജാഗ്രത കാട്ടും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങനെയൊരു അവതാരമാണോ 29-ാം തീയതി കേരള ഹൗസിൽ അതീവ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ മുറിയിൽ ദ ഹിന്ദു പത്രത്തിൻ്റെ ലേഖിക അഭിമുഖം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതായി കടന്നു വന്നയാൾ? വളരെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന വിഷയമാണോ? എന്തുകൊണ്ട് ദ ഹിന്ദു പത്രത്തിനെതിരെയും അതല്ലെങ്കിൽ ഇത് തിരികെ എന്ന് പത്രം വിശേഷിപ്പിക്കുന്ന വിവാദ പരാമർശത്തിന് ഉത്തരവാദികളായ PR ഏജൻസിക്കെതിരെയും സർക്കാർ കേസെടുക്കുന്നില്ല? മുഖ്യമന്ത്രി എന്താണ് ആ ചോദ്യം നേരിടാതെ പോയത്? ഇപ്പം അങ്ങയുടെ തന്നെ അനുഭവത്തിൽ അങ്ങ് ചോദ്യത്തിൻ്റെ അവസാനം ചൂണ്ടിക്കാണിച്ച വരിയോട് വിയോജിച്ചുകൊണ്ടാണ് എനിക്ക് ആരംഭിക്കാൻ കഴിയുക. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളൊരു പ്രതീതി നിർമ്മാണത്തിൻ്റെ അനുഭവമാണ് അങ്ങയുടെ ചോദ്യത്തിലെ ഒടുവിലത്തെ വരി. അങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. എന്നേക്കാൾ വിശാലമായ മാധ്യമരംഗത്ത് അനുഭവ ലോകം അങ്ങേക്കുള്ളതാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെങ്കിലും മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രസ് കോൺഫറൻസിൽ മാധ്യമ പ്രവർത്തകർ അഡ്രസ്സ് ചെയ്യാറുള്ളത് എങ്ങനെയാണ്? സത്യസന്ധമായി നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഡൽഹിയിൽ പ്രസ് ക്ലബിൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ടോപ്പ് ബ്രാസിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ജനപ്രതിനിധികളെയൊക്കെ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തക സംഘം പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി ക്ഷണിച്ചു വരുത്താറുണ്ട്, പത്രസമ്മേളനം നടത്താറുണ്ട്. ഇങ്ങനെയൊരു പത്രസമ്മേളനം, ഇതിപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്ന് പ്രത്യേകമായി 2 തരത്തിൽ, അതായത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ഒരു ഫ്രെയിമിലും മറുപടി പറയുന്ന മുഖ്യമന്ത്രി ഒരു ഫ്രെയിമിലും. അപ്പം നമ്മൾ കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് സൗകര്യമുണ്ട് മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം, സമീപനം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേണ്ടി. ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം നമ്മുടെ സമീപത്ത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധികൾ നേരിട്ടതായി അങ്ങേക്ക് കാണാൻ കഴിയുമോ? ഒരു നിമിഷം
അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP പ്രതിനിധി എന്നിവരുണ്ട്. ജെയ്സി തോമസ്, അങ്ങേക്ക് തുടരാം. അങ്ങ് പറഞ്ഞു വന്നത് ഇതേപോലെ ഒരു പത്രസമ്മേളനം കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ജെയ്സി തോമസ്. ഒരു വാചകം, നാസ്തികരല്ലാത്ത ആളുകൾ ഭരിക്കുന്നിടത്ത് ശത്രുസംഹാര പൂജ ഫലിക്കും എന്നൊരു ധാരണ നിങ്ങളുടെ റിപ്പോർട്ടർക്കുണ്ടോ എന്നൊരു ചോദ്യം ആവായിരുന്നു. എന്തായാലും അത് വിശ്വാസികളുടെ വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇല്ലില്ല, ഞാൻ ഒന്ന് പ്രതികരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച്. അങ്ങയുടെ മാധ്യമ സ്ഥാപനം അക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ഒരു ഫ്രെയിമിലും അതിനോട് പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയെ മറ്റൊരു ഫ്രെയിമിലും കാണിച്ചിരുന്നു. അത് സ്വാഭാവികമായും പ്രേക്ഷകർക്ക് CMന്റെ പത്രസമ്മേളനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് യഥാർത്ഥം കാണുന്നതിനും തിരിച്ചറിയുന്നതിനും ഒരു സൗകര്യമായി മാറിയിട്ടുണ്ട്. അങ്ങ് തന്നെ സത്യസന്ധമായി ഒന്ന് വിലയിരുത്തി പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ വിധത്തിലാണോ മാധ്യമപ്രവർത്തകർ ഒച്ചയുണ്ടാക്കിയും ബഹളം വെച്ചുമാണോ പ്രതികരിക്കാറുണ്ടായിരുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, കുറഞ്ഞത് എനിക്ക് എണ്ണിയെടുക്കാൻ പറഞ്ഞത് കുറഞ്ഞത് 6 തവണയോളം അദ്ദേഹം ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ, എന്റെ ഭാഗം ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ 6 തവണ അന്യാദൃശ്യമായ സംയമനത്തോടെയും സഹിഷ്ണുതയോടുകൂടെയും അദ്ദേഹത്തിന് പറയേണ്ട വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ UDFന്റെ ഘടകകക്ഷികളുടെ പ്രതിനിധികളെ പോലെ ഓരോ മാധ്യമ സ്ഥാപനത്തിന്റെയും 2-3 പ്രവർത്തകർ വന്നിരുന്ന് ബോധപൂർവം ഈ വാർത്താ സമ്മേളനത്തെ അലമ്പാക്കാനുള്ള ഒരു ശ്രമം നടന്നോ എന്ന് ഏതു സാധാരണക്കാരനും തോന്നിപ്പിക്കുമാറുള്ള ദൃശ്യങ്ങളാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ചില ചോദ്യങ്ങളെല്ലാം അങ്ങേയറ്റം 100 കണക്കിന് വരുന്ന ആളുകളുടെ, ഞാൻ മനസ്സിലാക്കുന്നു 60-ലധികം വരുന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആകെ ഒരു ബഹളമയമായ സ്വഭാവമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിന്റെ പല ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. പിന്നെ ഉയർന്നു വന്നിട്ടുള്ള പല ചോദ്യങ്ങൾക്കും, അത് ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായി ഒന്ന് നിലമ്പൂർ MLA സംബന്ധിച്ചും പിന്നീട് ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഭിമുഖത്തെ സംബന്ധിച്ചും PR ഏജൻസിയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ചും പിന്നെ ADGPക്കെതിരെയുള്ള റിപ്പോർട്ടിനെയും നടപടിയെയും സംബന്ധിച്ചും ഇത്യാദി കാര്യങ്ങളാണ് പൊതുവിൽ വന്നത്. അത്തരം കാര്യങ്ങൾ മർമ്മപ്രധാനമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം സമയമെടുത്ത് വിശദീകരണം നൽകി, സമയമെടുത്ത് മറുപടി നൽകി എന്ന് തന്നെയാണ് സാധാരണക്കാരനായ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എവിടെ? ഈ വിവാദ പരാമർശം ആര് തിരികെ കയറ്റി? ആ വിവാദ പരാമർശത്തിനൊരു വർഗീയ ധ്രുവീകരണ ശ്രമത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കേണ്ടതല്ലേ? ഈ PR ഏജൻസിയുമായി തങ്ങൾ ബന്ധപ്പെട്ടില്ലെങ്കിൽ ഹിന്ദു പത്രം പറഞ്ഞത് കള്ളമാണോ? ഇതിനൊന്നും വിശദീകരണം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമുക്ക് മുമ്പിലുണ്ടായിരുന്ന 2 പ്രതികരണങ്ങൾ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഇന്ന് വാർത്താ സമ്മേളനത്തിന് മുമ്പുണ്ടായിരുന്നത്. അതായത് അഭിമുഖം പ്രസിദ്ധീകരിക്കപ്പെട്ട് അതിനുശേഷം പിറ്റേ ദിവസം CM ഓഫീസിൽ നിന്നും CMന്റെ പ്രസ് സെക്രട്ടറിയുടെ ചുമതലയുള്ള ആദരണീയനായ വ്യക്തിത്വം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത പല പദപ്രയോഗങ്ങളും നിങ്ങൾ നൽകിയിട്ടുള്ള അഭിമുഖത്തിന്റെ പകർപ്പിൽ വന്നിട്ടുണ്ട്. അതായത് രാജ്യവിരുദ്ധ സ്വഭാവം, ആന്റി സ്റ്റേറ്റ്, അതോടൊപ്പം തന്നെ മലപ്പുറം എന്ന പരാമർശം, ഇതൊന്നും മുഖ്യമന്ത്രിയുടേതായി നടത്തപ്പെട്ട അഭിമുഖത്തിന്റെ ഫൂട്ടേജിൽ ഇവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഒരു പച്ചക്കള്ളം ഇത് ഹിന്ദു പത്രം അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം സ്വാഭാവികമായി CM ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഇതിനോട് കറകറ്റ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങളത് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹിന്ദു പത്രത്തിന് 35 മണിക്കൂറിന് ശേഷം വാർത്താക്കുറിപ്പ് നമ്മുടെ പബ്ലിക് ഡൊമൈന് പിന്നിൽ ലഭ്യമാക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങ് സൂചിപ്പിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് അത്തരമൊന്ന് കൈമാറുന്നത്. പിന്നീട് ഹിന്ദുവിന്റെ പ്രതികരണം എന്താണ്? അവർ CM ഓഫീസിൽ നിന്നും ലഭിച്ച ഈ ഒരു പരാതിയെ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം സ്വീകരിക്കുന്നു. പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അച്ചടിച്ച് പുറത്തുവിട്ടു എന്നുള്ളത് സത്യസന്ധമാണ് എന്നും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത തരം ഒരു പിഴവായിരുന്നുവെന്നും ആ പിഴവിനെ സംബന്ധിച്ച് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നും ഹിന്ദു പത്രം വിശദീകരിച്ചു. ഉണ്ടായൊരു കാര്യം എന്താണ്? അതേ തുടർന്ന് ഹിന്ദു പത്രം തന്നെ വിശേഷിപ്പിക്കുന്നു, ഇങ്ങനെയൊരു PR ഏജൻസി, ആ PR ഏജൻസി അവരുടെ വാക്കുകൾ കടമെടുത്താൽ അവരോട് അഭ്യർത്ഥിച്ച പ്രകാരമാണത്രേ ഈ പറഞ്ഞ അഭിമുഖ സംഭാഷണത്തിന് അവർ നേതൃത്വമായത്. ആ PR ഏജൻസി എഴുതി കൊടുത്തത് പ്രകാരമാണ് ഇത്തരം ഒരു കാര്യം തങ്ങൾ ഉൾപ്പെടുത്തിയെന്നാണ് ഹിന്ദുവിന്റെ വിശദീകരണം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടെ മുഖ്യമന്ത്രി അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം വ്യക്തമാക്കിയത് എന്താണ്? തനിക്കോ സർക്കാരിനോ ഒരു PR ഏജൻസിയുമായിട്ടും ഇത്തരത്തിലൊരു ബന്ധമില്ല. അങ്ങനെ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ലക്ഷണമൊത്ത ഒരു പച്ചക്കള്ളവും വസ്തുതാവിരുദ്ധമായ കാര്യവുമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. എങ്ങനെ അഭിമുഖത്തിലേക്ക് എത്തി? മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഇഫ്ലുവിലെ SFIയുടെ പഴയ യൂണിറ്റ് സെക്രട്ടറി കൂടെയായിരുന്ന ഇപ്പോൾ റിലയൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചു, ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകിയാലോ? ആ അഭ്യർത്ഥനയാണ് അഭിമുഖത്തിലേക്ക് എത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ അഭിമുഖത്തിനിടയിൽ സ്വാഭാവികമായും വേണമെങ്കിൽ ഹിന്ദു പത്രസംഘത്തിന്റെ ഭാഗമായി വന്ന വനിതാ മാധ്യമ പ്രവർത്തകയോ
അല്ലെങ്കിൽ ഈ പറയുന്ന റിലയൻസിൽ ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരന്റെയോ സുഹൃത്ത് എന്ന നിലയിലായിരിക്കാം മൂന്നാമതൊരാൾ രംഗപ്രവേശനം ചെയ്യുന്നു. ഇവരുടെ സാന്നിധ്യത്തിൽ അഭിമുഖം നടക്കുന്നു, അഭിമുഖം നടത്തി അവസാനിപ്പിക്കുന്നു, 30 മിനിറ്റോട് കൂടെ ഖലീജ് ടൈംസിന് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖം ഏർപ്പെടുത്തിയതും ഈ കേസൻ ഏജൻസിയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഇന്നലെ പങ്കെടുത്ത മറ്റൊരു സംവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രസ് സെക്രട്ടറിയിൽ നിന്നൊക്കെ ലഭിച്ച പരിമിതമായ വിവരങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വിവരം ഇവിടെ പങ്കുവെക്കാം. അതായത് പ്രത്യേകിച്ച് വയനാട് ദുരന്താനന്തരമുള്ള സമയത്ത് ഖലീജ് ടൈംസ് മാത്രമല്ല, അന്തർദേശീയ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മുതൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വലുതും ചെറുതുമായ വലിയ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രസ് സെക്രട്ടറിയുമായി നേരിട്ടാണ് ബന്ധപ്പെട്ടത്. BBC പോലും പ്രസ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ടാണ് ബന്ധപ്പെട്ടത് അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി. അവരൊക്കെ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ സത്യസന്ധമായി കരുതുന്നു, ഏതെങ്കിലും ഒരു പ്രത്യേക പത്രത്തിന് മാത്രം അഭിമുഖം നൽകാൻ അങ്ങ് സൂചിപ്പിക്കുന്ന ഈ PR ഏജൻസിയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടെന്ന് ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സത്യസന്ധമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ സെപ്റ്റംബർ 13-ാം തീയതി ദില്ലിയിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഇതേ കേസൻ ഏജൻസി സെപ്റ്റംബർ 21-ന് മുഖ്യമന്ത്രി പറയുന്ന വാർത്താ സമ്മേളനത്തിലെ ഭാഗങ്ങൾ പത്ര റിലീസായി നൽകിയിട്ടുണ്ട്, പത്രക്കുറിപ്പായി നൽകിയിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ അത് തന്നെയാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പൊ ഇത്തരത്തിലൊന്നും എഴുതി അതിലൊരു അന്വേഷണം ഇല്ലല്ലോ. പത്രത്തിന്റെ പ്രതികരണത്തിൽ അതിലൊരു അന്വേഷണം ഇല്ലാത്തത് എന്തെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ജയ്ക്ക്, ഇപ്പോൾ അങ്ങ് പറയുന്നു എനിക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇവർ പത്രക്കുറിപ്പ് കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് രേഖീയമായ മറ്റു തെളിവുകളൊന്നും എന്റെ പക്ഷമില്ല, അങ്ങ് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഹിന്ദു പത്രത്തിൽ ഈ അഭിമുഖം നൽകിയതിനെ സംബന്ധിച്ച് ഹിന്ദു പറഞ്ഞൊരു വിശദീകരണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണല്ലോ എന്ന് മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സർക്കാരിനോ തനിക്കോ അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു PR ഏജൻസി ഇല്ല എന്ന് മാത്രമല്ല, ഹിന്ദു പത്രം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് റിലയൻസിൽ പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം നടത്താൻ ഇങ്ങോട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ അഭിമുഖം നടത്തിയത് എന്ന് മുഖ്യമന്ത്രി സംശയങ്ങൾ കടമില്ലാത്തവണ്ണം വിശദീകരിച്ചു കഴിഞ്ഞിട്ടല്ലോ. ഇനി അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ്, ന്യായമായും പ്രബലമായും അക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടത് തങ്ങളാണ്. ഇപ്പോൾ തെറ്റു പറഞ്ഞു എന്ന കാരണത്തോടു കൂടെ ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് ആര്? ഇത് ഹിന്ദു എന്ന് പറയുന്ന മാധ്യമ ഇത് PR ഏജൻസിയാണ് ഈ വിവാദ പരാമർശം കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടേതായി വിവാദ പരാമർശം കൂട്ടിച്ചേർക്കാൻ ഈ രാജ്യത്ത് മുഖ്യമന്ത്രിയുമായി ഒരു ബന്ധമില്ലാത്തൊരു ഏജൻസി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? അത് ഹിന്ദു പറഞ്ഞു മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതിയ സ്ഥാപനം എഴുതി തള്ളുന്നു, അതുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അവർ പ്രതികരിക്കട്ടെ, സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആളുമായി വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടേത് എന്ന മട്ടിൽ, മുഖ്യമന്ത്രി പറഞ്ഞു എന്ന മട്ടിൽ, മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു പത്രത്തിന് മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലാത്തൊരു PR ഏജൻസി എഴുതി നൽകിയാൽ നാളെ എന്തും സംഭവിക്കാമല്ലോ. ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണോ നീക്കം? അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു പ്രതികരിക്കട്ടെ. ഇക്കാര്യത്തിൽ സർക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ഏജൻസിയും ഇല്ല, ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഘടിതമായ ഹിന്ദു പ്രതികരിച്ചല്ലോ. ഹിന്ദു പ്രതികരിച്ചിട്ട് ആ പ്രതികരണത്തിലാണ് പറയുന്നത് ഒരു PR ഏജൻസിയാണ് ഈ പരാമർശം കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷം പറയുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ്. അന്വേഷണം വേണ്ടേ? അതാണ് പറഞ്ഞത്. ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അങ്ങ് സൂചിപ്പിച്ച ഹിന്ദുവിന്റെ പ്രതികരണത്തിലെ പല ഭാഗങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നല്ലേ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് സർക്കാരിന് ഇങ്ങനെ ഒരു PR ഏജൻസി ഇല്ല, മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു PR ഏജൻസി ഇല്ല, അങ്ങോട്ട് അഭിമുഖത്തിനായി ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങോട്ട് ഹിന്ദുവിനൊരു അഭിമുഖം നൽകുമോ എന്ന നിലയിൽ അവർക്ക് താല്പര്യരാണ് എന്നുള്ള നിലയിലാണ് താല്പര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇത് ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് മുഖ്യമന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം പറഞ്ഞിരിക്കുന്നു. ഇനി എന്തുകൊണ്ട് ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ആ ഘട്ടത്തിൽ അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അന്വേഷണത്തിലേക്ക് കിടക്കാം. മുഖ്യമന്ത്രിയുടെ അറിവിലില്ലാത്ത PR ഏജൻസിയോട് മാപ്പാക്കി മുഖ്യമന്ത്രി PR വിഷയത്തിൽ തടിയൂരിയോ എന്നാണ് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, CPM പ്രതിനിധി ജെയ്സി തോമസ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ എന്നിവരാണ് ചർച്ചയിൽ. ഞാൻ റിജിൽ മാക്കുറ്റിയിലേക്ക് എത്തിയത്. റിജിൽ മാക്കുറ്റി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കാൻ ശ്രമിച്ചില്ലേ? CPM-ന്റെ ഹരിപ്പാട് MLA ആയ TK ദേവകുമാറിൻ്റെ മകൻ ഈ സുബ്രഹ്മണ്യം
മുഖ്യമന്ത്രിയോട് ഒരു അഭിമുഖം ഹിന്ദുവിന് തരപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. മുഖ്യമന്ത്രി അതിന് 30 മിനിറ്റ് സമയം അനുവദിക്കുന്നു. ഹിന്ദുവിലെ ലേഖിക ദില്ലിയിൽ വന്ന് അഭിമുഖം എടുക്കുന്നു. സുബ്രഹ്മണ്യൻ എന്ന പഴയ SFIയുടെ ഇഫ്ലുവിലെ യൂണിറ്റ് സെക്രട്ടറിയും ഒപ്പമുണ്ടാവുന്നു. ആ സമയത്ത് ലേഖികയുടെ പരിചയക്കാരനെന്ന് മുഖ്യമന്ത്രി തോന്നിയ ഈ വിനീത് ഹണ്ട ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അഭിമുഖം എടുക്കുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ PR ഏജൻസി കൊടുത്തു എന്ന വ്യാജേന ഹിന്ദു പത്രം പ്രസിദ്ധീകരിക്കുന്നു. മുഖ്യമന്ത്രി എന്ത് പിഴച്ചു? മുഖ്യമന്ത്രി വിശദീകരിച്ചതിൽ വ്യക്തതയില്ലേ എർജിൽ മാക്കുറ്റി? ഇനി എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം? ശ്രീ ഡോക്ടർ അരുൺ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇന്നലെ ഇവിടെ ഇടതുപക്ഷ പ്രതിനിധിയുടെ ചർച്ച കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് പങ്കെടുത്തതെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ആഹഹ എന്നുള്ള ചിരിയാണ് അദ്ദേഹത്തെ ഹൈലൈറ്റ്. യഥാർത്ഥ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഡോക്ടർ അരുണിനും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഈ കെയ്സണിൻ്റെ പ്രതിനിധി അവിടെ കടന്നു വന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഉത്തരം കേരളത്തിലെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. എന്തിനു വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ PR ഏജൻസി എങ്ങനെയാണ് ഹിന്ദുവിന് ഈ ഒരു മുഖ്യമന്ത്രി പറയാത്ത വാർത്ത കൊടുത്തത് എന്നതിനെക്കുറിച്ചും അത്തരത്തിലുള്ള വ്യാജ വാർത്ത കൊടുത്ത ഈ ഏജൻസിക്കെതിരായി എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേസെടുക്കുന്നില്ല, ഹിന്ദുവിൻ്റെ ഒരു ക്ഷമാപണത്തോടു കൂടി അത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളത് കൊണ്ടാണ്. ഇവിടെ പറഞ്ഞതുപോലെ, നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ 13 ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു PR ഏജൻസി കൊടുത്തിട്ടുള്ള ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും അതിനുശേഷം 23 കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഈ സെപ്റ്റംബർ 29 മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദുവിനോട് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായി അത് എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. അതുണ്ടായത് അത് RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏതോ ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങളാണ്. അതാണ് ഈ വിനീത് ഹണ്ടയെ പോലെ കേസനെ പോലെയുള്ള BJPക്കും സംഘപരിവാറിനും വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഈ ആളുകൾ എങ്ങനെയാണ് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തല്ലേ മുഖ്യമന്ത്രിയെ ആ രൂപത്തിലേക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ പറഞ്ഞല്ലോ, DYFIയുടെ നേതാവാണ്, മുൻ MLAയുടെ മകനാണ്. അയാൾ സുബ്രഹ്മണ്യാണോ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത്? കേസെടുക്കേണ്ടത് ചെറിയ കാര്യമല്ലല്ലോ ശ്രീ ഡോക്ടർ അരുണെ. ഇതൊരു ഒരു ജില്ലയെയും ഒരു നാടിനെയും ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്ന, കള്ളക്കടത്തുകാരാക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടല്ലേ. ആ നിലപാട് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ഇപ്പറം നിഷേധിക്കുമ്പോൾ പോലും അതിനകത്ത് പ്രവർത്തിച്ച് ഈ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ എന്തുകൊണ്ട് കേസെടുക്കുന്ന എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഞാൻ ഇന്നലെ ഇതേ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ കാഫിർ പ്രയോഗം നടത്തിയ ഒരു ഇല്ലാത്ത പേരിൽ വ്യാജ കേസെടുത്ത് പരാതിയുടെ പേരിൽ 153A പ്രകാരം കേസെടുത്ത നാടാണ് കേരളം, അല്ലേ? ആ കേരളത്തിലാണ് തെറ്റായി പ്രസിദ്ധീകരിച്ചു എന്നതിന്റെ പേരിൽ ഹിന്ദു പത്രം മാപ്പ് പറഞ്ഞാൽ പിന്നീട് ആ പത്രത്തെ നിയമക്കുരുക്കിൽ കൊണ്ടുപോകുന്നത് ശരിയാണോ? എത്രയോ പത്രങ്ങൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ കള്ളവാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെ കുറിച്ച് കേരളത്തിലെ ഒരു പത്രം വ്യാജവാർത്ത പ്രചരിപ്പിച്ചില്ലേ? മുഖ്യമന്ത്രി കേസ് കൊടുത്തില്ലല്ലോ. എന്റെ ഡോക്ടർ അരുണെ എന്നോട് ഒരിക്കലും പറയാനുള്ളത്, അത് രാഷ്ട്രീയപരമായിട്ട് ഇതൊരു സമുദായത്തെ സംഘപരിവാറിൻ്റെ ഭാഷയാണ്. സംഘപരിവാറാണ് ഈ നാട്ടിനകത്ത് ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പൊളിറ്റിക്കൽ നെറേറ്റീവാണ്. ആ നെറേറ്റീവ് കേരളത്തിലെ മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് ഹിന്ദു പത്രം ക്ഷമ പറഞ്ഞ തീരുന്ന വിഷയമല്ലത്. അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. കേരളത്തെ RSSന് തീരെഴുതി കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രി കൂട്ടിക്കൊടുക്കുന്ന ഒരു നിലപാടിലേക്കല്ലേ ഈ കേരളം പോകുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞോ? ഈ ADGPയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിൽ RSSന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ചോദിച്ചതെന്നാണ്. അത് രാഷ്ട്രീയപരമായി നിങ്ങൾ എന്താണ് CMA നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയില്ലേ? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു മാധ്യമങ്ങൾ അതിനകത്ത് നിങ്ങൾ ചർച്ച ഈ പങ്കെടുത്ത എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളും പഴയ SFI നേതാക്കന്മാരാ. ഓരോ ആളുകളുടെ ഇതെടുത്ത് പരിശോധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം. അവരത് കോൺഗ്രസിന്റെ UDFന്റെ വാലുകളൊന്നുമല്ല, ഞങ്ങൾ ആരെയും വിലക്കെടുത്തിട്ടില്ല. ഈ ചോദ്യത്തിന് സാമാന്യമായി നിൽക്കുന്ന ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞോ? മുഖ്യമന്ത്രി അങ്ങനെയാണോ നിലപാട് സ്വീകരിക്കാറ്? അങ്ങനെയാണോ പിണറായി വിജയന്റെ നിലപാട്? ആദ്യം ശൗര്യത്തിൽ വന്നു, പിന്നെ എന്താ ചിരിച്ച് അതെനിക്ക് തോന്നുന്നു ഒന്നിക്കൽ ഈ PR ഏജൻസി പറഞ്ഞു ഇങ്ങനെ ചിരിച്ച് തള്ളിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ ചിരിച്ചിട്ടുണ്ടാവാം. ആ ചിരിയല്ല കേരളം കാതോർക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തെ പോലെ ഈ നാടിനെ ഭിന്നിപ്പിക്കാനും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർക്ക് കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഏത് രൂപത്തിലാണ് ഈ രൂപത്തിലുള്ള ഈ ഒരു അഭിമുഖത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. വിനീത് കൊണ്ട ചെറിയ ആളെന്നാണോ?
ഇപ്പൊ ഞാൻ ചോദിക്കും, ശ്രീ അരുൺ, ഡോക്ടർ അരുൺ, താങ്കൾ എത്ര വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത്? ഈ സകലമാന പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടും ഈ എന്തെല്ലാം വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വയനാട് ദുരന്തം നടന്നു നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടിയിരുന്നോ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം? കിട്ടിയിരുന്നോ? എനിക്കറിയില്ല. താങ്കൾ ഒരു ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ. മാധ്യമപ്രവർത്തകന്മാരുണ്ട്. അതെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തീർച്ചയായും താങ്കൾക്ക് ഒരു ഇടതുപക്ഷ മനസ്സാണെന്ന് പറയുന്നതിൽ താങ്കൾക്ക് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ പാരമ്പര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഡോക്ടർ അരുണെ, ഞാൻ പറയുന്നത് അത്രയേറെ ബന്ധമുള്ള ഞങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു സുബ്രഹ്മണ്യം പറയുമ്പോൾ അത് ഹിന്ദു ലേഖകർക്ക്, ഹിന്ദുവിന് അഭിമുഖം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. അവിടെ അഭിമുഖം കൊടുത്തതല്ല പ്രശ്നം. വിനീത് ഖണ്ഡക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? പ്രസക്തമായ ചോദ്യമാണ്. അതും കേരള ഹൗസിൽ അതെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാനത് നമുക്കത് ജയിക്കിനോട് ചോദിക്കാം. എന്റെ ചോദ്യം അതല്ല ഡോക്ടർ അരുൺ. അല്ല, ഒരു മിനിറ്റ്, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി വന്നാൽ, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ UDF ഏത് മുഖ്യമന്ത്രി നിങ്ങൾക്ക് അടുക്കളയിൽ കയറാൻ പറ്റും? പിണറായി വിജയൻ വന്നാൽ ആലുവ ഗസ്റ്റ് ഹൗസിലൊക്കെ വന്ന എത്ര കിലോമീറ്റർ അകലെയാണ് നിങ്ങളെ പോലീസ് ഇങ്ങനെ നമ്മുടെ തേരട്ടെ തള്ളി മാറ്റുന്ന പോലെയല്ലേ നിങ്ങളെ മാറ്റാറ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെ വിനീത് ഖണ്ഡക്ക് പോകാൻ പറ്റിയത്? ആരാ വിനീത് ഖണ്ഡ? അങ്ങനെ സുപ്രഭാതത്തിൽ കയറി പോകാൻ പറ്റുന്നതാണ്. അത് വളരെ ലാഘവത്തോടു കൂടി ഇവിടെ വന്ന് ന്യായീകരിക്കുക, ഉളുപ്പ് വേണം. ഇവരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് RSSന്റെ ഒരു അജണ്ട ഇവിടെ നടപ്പാക്കുന്നു. എന്തിനേറെ പറയുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വത്സന്തി ലങ്കേരിയുമായി 4 മണിക്കൂർ ADGP ചർച്ച നടത്തിയതിന്റെ പേരില ആ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് നടത്തിയ ഭക്ഷണശാല പൂട്ടിച്ചത് എന്ന് ഇപ്പൊ പുറത്തു വരിക. നിങ്ങൾ ആർക്ക് വേണ്ടി? വത്സന്തി ലങ്കേരിയാണ് ആഭ്യന്തരമന്ത്രി ശബരിമല കാലത്ത് പറഞ്ഞത് തന്നെയാണല്ലോ ഇപ്പൊ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വത്സന്തി ലങ്കേരിയാണല്ലോ പൂരം കലക്കുന്ന സമയത്ത് തടിയാൻ അവിടെ പോയത് എന്ന വാർത്ത വന്നിരിക്കുന്നല്ലോ. അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്? ശരി, ഈ നാടിനെ ആരോപണം ശക്തമാണ്. ജയിക്കിൽ മറുപടി എടുക്കാം. അതിനു മുൻപ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, സംഘപരിവാറിന്റെ ശബ്ദമാണ് ദ ഹിന്ദുവിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ രൂപമായി ഭാവമായി വന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രി അതിനെ നിരാകരിക്കുന്നുണ്ട്. അത് തന്റെ വാക്കുകളെയല്ല, ആ വാക്കുകൾ മാധ്യമം വളച്ചൊടിച്ചതാണ്. അതിന് ദ ഹിന്ദു പത്രം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. കേസെടുക്കേണ്ടതില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. BJPയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. അല്ല, ഞാൻ ആദ്യം ഈ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം പറയട്ടെ. ഈ കോൺഗ്രസ്സുകാർ വളരെ വികാരവിക്ഷുബ്ധരായിട്ട് കുറേ ദിവസമായിട്ട് ബഹളം വയ്ക്കുന്നു. മുഖ്യമന്ത്രിയും RSSും തമ്മിൽ ബന്ധമുണ്ട്, മുഖ്യമന്ത്രി RSSൻ്റെ നാവാണെന്നൊക്കെ. നിങ്ങളാ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയക്കപ്പ, മല്ലികാർജുൻ ഖാർഗെക്ക് ഒരു കത്തയക്കി ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ. ഇതെന്തൊരു കഷ്ടമാണിത്. ആ പാർട്ടി ഇപ്പോഴും നിങ്ങൾ ഇന്ത്യ സഖ്യത്തിലല്ലേ? അല്ലേ? കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലത്തും സഖ്യമല്ലേ? ഈ CPMന് ഇപ്പോൾ ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടാതിരിക്കാൻ കാരണക്കാരാരാ അറിയോ? നിങ്ങളാ. രാജസ്ഥാനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ട് കിട്ടിയ സിക്കാർ സീറ്റ് നിങ്ങൾ ഇത്തവണ CPMനെ നിങ്ങളെയും കൂടി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. അങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭാ സീറ്റ് കിട്ടി. കേരളത്തിൽ നിന്ന് കിട്ടി, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി, പിന്നെ രാജസ്ഥാനിൽ നിന്ന് കിട്ടി. ഇങ്ങനെയാണ് CPM നിലനിൽക്കുന്നത്. അപ്പോൾ ആ CPMന് ഇത്തവണ ഇത് വാങ്ങിച്ചു കൊടുത്തത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ഈ ചാനലിൽ വന്നിട്ട് നെഞ്ഞത്തടിച്ച് നിലവിളിക്കുകയാണ് കോൺഗ്രസ്സുകാർ. എന്തൊരു കഷ്ടം! ഇങ്ങനെയൊന്നും നിലവിളിക്കണ്ട. നിങ്ങൾ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും കത്തയക്കൂ. ഇതാ കേരളമാണല്ലോ CPMൻ്റെ ഏക സംസ്ഥാനം. ആ കേരളത്തിൽ CPMും BJPയും RSSുമായി അഭേദ്യമായ ബന്ധമായിരിക്കുന്നു. പിണറായി വിജയൻ സെറ്റിൽമെൻ്റ് ആയിരിക്കുന്നു. RSSന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇന്ത്യ മുന്നണിയിൽ നിന്നും CPMനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് കത്തയക്കൂ. അതാരും അയക്കൂല. ഇനി അയച്ചിട്ട് കാര്യമില്ല എന്ന് ഇവർക്കറിയാം. കത്ത് ചുരുട്ടി രാഹുൽ ഗാന്ധി കുപ്പത്തൊട്ടിയിൽ എറിയും. കാരണം അഥവാ ജനതാദൾ യുവോ നിതീഷ് കുമാറോ പിന്തുണ പിൻവലിച്ചാൽ CPMൻ്റെ 4 ആളെയും കൂട്ടി ഭരിക്കാൻ സ്വപ്നം കണ്ട് നടക്കുകയാണ് അങ്ങോട്ട്. അതുകൊണ്ട് ഇവർ കത്തയച്ചാൽ ചുരുട്ടിക്കൂട്ടി കൊട്ടയിൽ എറിയും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ആ പണിക്ക് നിൽക്കാത്തത്. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു പത്രം ക്ഷമ ചോദിച്ചില്ലേ? അപ്പോൾ ഹിന്ദു പത്രം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ വാർത്ത തന്നത് അല്ലെങ്കിൽ ഈ വരി തന്നത് PR ഏജൻസിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഹിന്ദു പത്രത്തെ വിശ്വസിക്കുന്നു, മാന്യമായ നിലപാടെടുത്ത പത്രമെന്ന് പറഞ്ഞ് അവരെ
പിന്നെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുന്നു എന്നതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവരെ പ്രതിയാക്കണ്ട, അവരെ സാക്ഷിയാക്കിയിട്ട് PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കണം, അവരെ സാക്ഷിയാക്കണം. ഇതിന് സാക്ഷിയാണ് ഹിന്ദു പത്രം. അവരിതാ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, PR ഏജൻസി തന്ന ഇൻഫർമേഷൻ പ്രകാരമാണ് ഞങ്ങൾ ഈ വരി എഴുതി ചേർത്തത്. അതുകൊണ്ട് ഇതാ PR ഏജൻസി മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രക്കാർക്ക് കൊടുത്തിരിക്കുന്നു, കേസ് കൊടുക്കണം, കേസെടുക്കണം. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നറിയോ? ഈ PR ഏജൻസിയുമായി ഈ സർക്കാരിലെ പലർക്കും ബന്ധമുണ്ട്. അത് വഴിയെ പുറത്തു വരും, അത് അടുത്ത ദിവസം അത് പുറത്തു വരും. ഇപ്പം നിങ്ങൾ RSS ആണ്, ഇന്നലെ മുതലേ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് കേസൻ RSS ആണ്, സംഖ്യയാന്ന്. എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം റിലയൻസിന് ഷെയർ ഉള്ളൊരു സ്ഥാപനമാണ്. അവരേതാണത് 70%. ആ സ്ഥാപനത്തിനുമായി കേരളത്തിലെ ഗവൺമെൻറ്റിലെ പലർക്കും ബന്ധമുണ്ട്. ഒരാൾക്കൊന്നല്ല, പലർക്കുമുണ്ട്. അത് പുറത്തു വരാൻ പോവുകയാണ്, അത് അടുത്ത ദിവസം പുറത്തു വരും. അതുകൊണ്ട് ഇവരൊരു ചുക്കും ചെയ്യൂല, CPM ഒരു ചുക്കും ഈ ഏജൻസിക്കെതിരെ ചെയ്യൂല. കാരണം ആ ഏജൻസിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ചെറുവിരലണക്കാനുള്ള ധൈര്യം കേരളത്തിലെ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഇല്ല. അതുകൊണ്ടാണ് ഈ ആ റാംജി റാവു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ ക്ഷമിച്ചിരിക്കുകയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല, ക്ഷമിച്ചിരിക്കുക. ഞാൻ തിരിച്ചു വരാം ചർച്ചയിലേക്ക്. ജയ്ക്ക് അതിനുള്ള മറുപടി വേണം. ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേസൻ എന്ന് പറയുന്ന ഒരു PR സ്ഥാപനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവർക്ക് ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ വരും വഴി നാളുകളിൽ പുറത്തു വരും. ഹിന്ദു പത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ PR ഏജൻസി വിവാദ പരാമർശം വെൽക്കം ബാക്ക്. മാപ്പാക്കി തടിയൂരു എന്നാണ് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, CPM പ്രതിനിധി ജെയ്ക് സി തോമസ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ എന്നിവരാണ് ചർച്ചയിൽ. ജെയ്ക് സി തോമസ്, ഇവിടെ റിജിൽ മാക്കുറ്റി ചോദിച്ച ചോദ്യവും ഒപ്പം ശ്രീപത്മനാഭൻ ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ്. ഒന്ന്, ഹിന്ദുവിനെ മുഖ്യമന്ത്രി വിശ്വാസത്തിലെടുക്കുന്നുവെങ്കിൽ ആ ഹിന്ദുവിൻ്റെ ഈ വിശദീകരണക്കുറിപ്പ് ഹിന്ദുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ വിവാദ പരാമർശം കൂട്ടിച്ചേർത്ത ഏജൻസിക്കെതിരെ കേസെടുക്കുകയല്ലേ വേണ്ടത്? നാളെ മറ്റൊരു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതെന്ന് പറഞ്ഞ് വർഗീയ പരാമർശമുള്ള കുറച്ചുകൂടി തീവ്ര സ്വഭാവമുള്ളൊരു വാചകം മറ്റേതെങ്കിലും ഒരു PR ഏജൻസി തിരികിയാൽ ഇതേപോലെ തന്നെയായിരിക്കുമോ നിലപാടെടുക്കുക? സമാന സ്വഭാവമുള്ളതല്ലേ ഇത്? മാത്രമല്ല BJPയുടെയും സംഘപരിവാറിൻ്റെയും ആഖ്യാന ശൈലിയിലുള്ളൊരു പരാമർശം മുഖ്യമന്ത്രിയുടേതായി തിരികെ കയറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്തത്, ഈ വിനീത് ഹണ്ടയുടെ അഭിമുഖവേളയിലെ സാന്നിധ്യം, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് വിനീത് ഹണ്ട എങ്ങനെ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തേക്ക് എത്തി? ആ ചോദ്യവും പ്രസക്തമാണ്. രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി. തീർച്ചയായിട്ടും. അതായത് ഏതാണ്ട് 7:26 കൂടിയിട്ടാണ് എൻ്റെ അവസരം അവസാനിച്ച് മറ്റാളുകളിലേക്ക് പോയത്. ഇടവേള ഉൾപ്പെടെ ഇപ്പോൾ 21 മിനിറ്റ് ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാളുകളും സ്വാഭാവികമായി ഈ ചർച്ചയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥപ്പെട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി എൻ്റെ രാഷ്ട്രീയ പക്ഷത്തിനെതിരെയാണ് അർദ്ധസത്യങ്ങളും അല്ലെങ്കിൽ പാതിബന്ധ നുണകളുമൊക്കെ അവരവരുടെ അവസരം ഉപയോഗിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എല്ലാ ആരോപണങ്ങളോടും എനിക്ക് പ്രതികരിക്കാൻ സമയം നൽകണമെന്നില്ല. പക്ഷെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ അങ്ങനെ സമയം നൽകും എന്നാണ് കരുതുന്നത്. ആദരണീയനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരം ആരംഭിക്കവേ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയ, അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ചിരിയെ സംബന്ധിച്ചുള്ളതാണ്. സാധാരണഗതിയിൽ മറ്റു പലരും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു പൊതുബോധം അദ്ദേഹത്തോളം ചിരിയിൽ പിശുക്ക് കാണിക്കുന്ന ആൾ വേറെയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അത് യൂത്ത് കോൺഗ്രസിനും പ്രശ്നമായി തുടങ്ങി. അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പല കാലയളവിൽ അദ്ദേഹം കേട്ടിട്ടുള്ള മറ്റൊരു പഴി. മാധ്യമപ്രവർത്തകരെ ഒരു കൈകലത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നാൽ മറ്റു പല പ്രതിസന്ധി ഘട്ടത്തിലും നിരന്തരം മാധ്യമങ്ങളെ കാണാൻ തുടങ്ങിയപ്പോൾ അത് PR വർക്കാണ് എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നടന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വലിയ നേതാവായിട്ടുള്ള കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാനിപ്പോൾ സാന്ദർഭികമായി ഓർക്കുകയാണ്. എന്നാലും പറഞ്ഞു വന്നപ്പോൾ രസകരമായ നരേഷനിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പോയത്. അദ്ദേഹം ഉപയോഗിച്ച 2 പദം അത് എൻ്റെ അല്ല കേട്ടോ, അദ്ദേഹത്തിന്റെയാണ്. ഞാൻ ആ പദം എന്റേതായി ഉപയോഗിക്കുകയുമില്ല. അദ്ദേഹം പറയുന്നു RSSന് കൂട്ടിക്കൊടുക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എനിക്കറിയില്ല നമ്മുടേതുപോലൊരു സംവാദത്തിൽ ഉപയോഗിക്കാൻ ഏത് രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദമാണോ ഇതെന്ന് പ്രേക്ഷകർ ചിന്തിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടുമ്പോൾ
ഓഫീസിൽ പോയി ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യണം. അദ്ദേഹം അതോടൊപ്പം പറഞ്ഞത് എന്നോട് പറഞ്ഞു ഉളുപ്പ് വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനെന്നാണ്. ഞാൻ തിരികെ അങ്ങേക്ക് ഉളുപ്പുണ്ടോ എന്ന് സത്യസന്ധമായി ഞാൻ ചോദിക്കില്ല. അങ്ങയുടെ വാദത്തിന്റെ മുഖ്യമായ ഒരു ഘട്ടം എന്താണ്? അങ്ങ് പറയുന്നത് റിലയൻസിൽ ജോലി ചെയ്യുന്ന ഒരു പ്രതിനിധിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഒരു ദേശീയ ദിനപത്രത്തിൽ സംഘപരിവാരത്തിന്റെ നരേഷൻ കേരളത്തെ സംബന്ധിച്ച് ഒരു ജില്ലയും ഒരു സമുദായത്തെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച RSSന്റെ ഒരു പരോക്ഷ പ്രചാരകനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയോ? ഇതാണ് അങ്ങയുടെ ആകെത്തുകയായിട്ട് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാചകം. എന്താണ് അങ്ങയുടെ അനുഭവം? അത്തരമൊരു നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചാൽ ഏക്കുന്നയാളാണോ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി? അങ്ങേക്കറിയില്ലേ RSSൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന്? ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. റിലയൻസിന്റെ ഒരു പ്രചാരകൻ മുഖാന്തരം RSSന്റെ ഒരു നരേഷൻ പ്രചരിപ്പിക്കേണ്ട ഗതികേട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിക്കും ഇല്ല. അങ്ങനെ ഒരു അളവുകോൽ വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളുടെ പ്രചാരകരായിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ തിരികെ 2-3 ദൃശ്യങ്ങൾ അങ്ങോട്ട് പറയാം. അങ്ങ് എന്ത് ചെയ്യും? പരസ്യമായി RSSന്റെ ശാഖയിൽ പോയി മുസ്ലിങ്ങൾ രാജ്യവിരുദ്ധരാണെന്നും കൊന്നുകളയേണ്ടവരാണെന്നും പ്രചരിപ്പിച്ച ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്തിയ ആളാണ് ആര്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. നിങ്ങളാണോ പ്രചാരകൻ മുഖാന്തരം പ്രചരണം നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപണം നേരിടുന്ന ഞങ്ങളാണോ RSSുമായി നേരിട്ട് ബന്ധം പുലർത്തിയത്? RSS നേതാവ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർക്സിസ്റ്റുകാരെയും കൊന്നുകളയണമെന്ന് പുസ്തകം എഴുതി വെച്ചവന്റെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ് നിലവിളക്ക് കൊളുത്തിയ പ്രതിപക്ഷ നേതാവിന്റെ അനുചരൻ ഇതുവരെ തിരുത്തിയിട്ടില്ല, ഇതുവരെ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അയാൾ വന്നിട്ട് ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വർഗീയവാദിയുമായിട്ട് റിലയൻസ് മുഖാന്തരം പരോക്ഷ ബന്ധമില്ലേ എന്ന്. കമ്മ്യൂണിസ്റ്റുകാർ ശാഖ ആക്രമിക്കുമെന്ന് കേട്ടപ്പോ കാവൽ നായെ അനുസ്മരിപ്പിക്കും വിധം എടക്കാട് പോയി RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ കിടന്നു എന്ന് പറഞ്ഞ ആള് BJPയുടെ പ്രസിഡന്റ് അല്ല. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ ഭാഗ്യവശാൽ KPCCയുടെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന്റെ സന്തത സഹചാരിയായി നടക്കുന്ന മാന്യനാണ് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് റിലയൻസിന്റെ പ്രചാരകൻ മുഖാന്തരം ഹിന്ദു പത്രവുമായി ചേർന്ന് RSSന്റെ പ്രചരണത്തെ നിങ്ങൾ ഏറ്റെടുത്തോ? ആദ്യം നിങ്ങൾ ശാഖയ്ക്ക് കാവൽ കിടക്കുന്ന പണി അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷവാദികളെയും സത്യസന്ധരായി ജീവിക്കുന്നവരെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ മുമ്പിൽ മുട്ടിലിഴയാനും കടന്നുകൊടുക്കാനും പോയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തെറ്റെന്ന് പറ. എന്നിട്ട് വേണം നിങ്ങൾ ഞങ്ങളുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ. അങ്ങേക്കറിയില്ലേ RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം ഏതാണ്? യൂത്ത് കോൺഗ്രസ് നേതാവിന് അറിയില്ല, അതെനിക്ക് ഉറപ്പാണ്. ആങ്കർക്കറിയില്ലേ? ഓർഗനൈസർ 2021 പറയുന്നു ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും RSSന് ദിനംപ്രതി RSSന് ദിനംപ്രതി ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്ന നാട് നമ്മുടെ കേരള. എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ പള്ളി കത്തിക്കാനും ബൈബിൾ കത്തിക്കാനും കന്യാസ്ത്രീകളെ ബലാത്കാരം ചെയ്യാനും മതനിരപേക്ഷവാദികളുടെ ജീവനെടുക്കാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിത ഹിന്ദുക്കളെ കൊന്നുകളയാനും എന്തുകൊണ്ടാണ് കേരളത്തിൽ RSSന് കഴിയാത്തത്? യൂത്ത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ? കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ? ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ഉള്ളതുകൊണ്ടാണോ? അല്ല, ശാഖകൾക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. തലശ്ശേരി കലാപം മുതൽ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില ഈ 3 പേരെയും 4 തവണ കണ്ട് 4 മണിക്കൂർ വത്സൻ തില്ലങ്കരിയുമായി ചർച്ച ചെയ്ത ഒരാൾ ഇപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാനം പാലിച്ചുകൊണ്ട് അധികാരത്തിലുണ്ട്. പേര് MR അജിത് കുമാർ, മാറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ടതെന്നേ. ആങ്കർക്ക് ഒരു സംശയവും വേണ്ട. ഞങ്ങൾ RSS ആണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ DGP ആകാൻ കോടതിയിൽ പോയി അയാൾക്ക് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ ഗതികേടുള്ളവരല്ല ഞങ്ങൾ അശോക് സിംഗാളിനെതിരെ കേസെടുത്തിട്ട് ആ കേസ് പിൻവലിച്ച മാനുഷിക പരിഗണന നടത്തിയ മുഖ്യമന്ത്രിയുമല്ല ഞങ്ങളുടെ മന്ത്രി. RSSകാർ ബോംബെറിഞ്ഞ CI മോഹനചന്ദ്രൻ നായരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാനുഷിക പരിഗണന കൊടുത്ത RSSനോട് ക്ഷമിച്ച നേതാവുമല്ല പിണറായി വിജയൻ. അങ്ങേക്ക് ഒരു സംശയം വേണ്ടതില്ല. RSS നേതാക്കന്മാരെ കണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ മൂല്യങ്ങളെ തകർക്കാൻ ഏത് വലിയവൻ ശ്രമിച്ചാലും അയാൾ ഈ കാര്യത്തിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് കോൺഗ്രസ് പറയുമ്പോഴോ ഏതെങ്കിലും മറ്റു ചിലർ പറയുമ്പോഴോ ഈ മണിക്കൂറിൽ ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതിന്റെ നിയതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കേരളത്തിന്റെ മൂല്യങ്ങളെ ബലി കഴിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ വെള്ളം കുടിക്കും, അയാൾ വേലിക്ക് പുറത്തായിരിക്കും. കാരണം എന്താണ്? പരിശോധിക്കേണ്ടതല്ലേ? ഹിന്ദു പത്രത്തെ സാക്ഷിയാക്കി ഈ PR ഏജൻസിക്കെതിരെ കേസെടുക്കുന്നതിന് എന്താ തടസ്സം? അങ്ങ് ഒരു 2 മിനിറ്റോടെ എനിക്ക് അനുവദിക്കണം. കാരണം കോൺഗ്രസ് നേതാവിന്റെ വർഗീയതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത്.
2 മിനിറ്റോടെ അങ്ങനെ എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താണ്, ഇതിനേക്കാൾ കൂടുതൽ ഗൗരവപൂർണ്ണമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. എന്താണ് ഉന്നയിച്ചത്? അദ്ദേഹം മലപ്പുറത്തെ സംബന്ധിച്ച്, സമുദായത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രചരണം നടത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങ് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവേ? നിങ്ങൾക്ക് ഇപ്പോൾ മലപ്പുറത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വൈകി ഒരു സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നല്ലതാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു കാര്യം മനസ്സിലാക്കണം. ഹിന്ദു പത്രം വൈകിയെങ്കിലും തിരുത്തി ഖേദം പ്രകടിപ്പിച്ചു. അത് അഭിമാനകരവും മാതൃകാപരവും ഒന്നുമല്ല, അത് ആശ്വാസകരമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പട്ടിണിക്കിട്ടും ജയിലിൽ അടച്ചും സമരമൊതുക്കാൻ നോക്കേണ്ട, മാപ്പിള നാടിനെ വേലി കഴിക്കാൻ നമ്പൂരിച്ച പണമുണ്ടോ എന്ന് മുദ്രാവാക്യം വിളിച്ചത് ആരാണെന്നറിയാവോ? ഏതാ മാപ്പിള നാട്? KPCC ആഫീസിൽ ചരിത്രം അറിയുന്ന ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ പോയി ചോദിക്കണം. മാപ്പിള നാടെന്ന് മലപ്പുറത്തെ വിളിച്ചത് ജനസംഘവും കോൺഗ്രസും നടത്തിയ മലപ്പുറം ജില്ലാ വിരുദ്ധ രൂപീകരണ സമരത്തിലാണ് വിളിച്ചത്. അങ്ങേക്കറിയുമോ? ആ നിങ്ങളാണ് ഇപ്പം മലപ്പുറത്തെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിനുള്ളിൽ സ്വർണം കടത്തിയെന്ന്? അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈന്തപ്പഴത്തിന്റെ കുരുവിനുള്ളിൽ സ്വർണം കടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? സമുദായത്തെ തകർത്തില്ലേ? സമുദായ സ്നേഹികളെ തകർത്തില്ലേ? വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? മതവികാരം വ്രണപ്പെടുത്തിയില്ലേ? തെറ്റു പറഞ്ഞോ? തെറ്റേറ്റു പറഞ്ഞോ? ഖേദം പ്രകടിപ്പിച്ചോ? അത് വാർത്തയാക്കിയ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കമല ഇന്റർനാഷണലും വരദരാജാരിയുടെ തലപരിശോധനയും അതോടൊപ്പം രമ്യകർമ്മ്യവും ഉണ്ടെന്ന് മഹേശ്വര ദേവിയെ പോലെ ഒരു എഴുത്തുകാരിയെ വരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഖേദം പ്രകടിപ്പിച്ചോ? മാപ്പ് പറഞ്ഞോ? അപ്പോൾ ഇമാതിരി നുണകൾ പ്രചരിപ്പിച്ച് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് തകർക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. തെറ്റ് ഏറ്റു പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ തെറ്റേറ്റു പറഞ്ഞ ആശ്വാസികരമായ ഒരു കാര്യം ചെയ്ത ഒരു മാധ്യമ സ്ഥാപനത്തെ നോക്കി എന്താ കേസെടുക്കുന്നില്ല? അങ്ങനെ കേസെടുക്കാനാണെങ്കിൽ മഹേശ്വര ദേവി മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദാര്യം പറ്റുന്ന ചില മാധ്യമ പ്രവർത്തകർ വരെ ഇപ്പോൾ അഴിക്കുള്ളിൽ കിടന്നേനെ. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഈ ഏർപ്പാട് ചെയ്യാൻ കേരളത്തിൽ ആരും ബാക്കി ഉണ്ടാവുമായിരുന്നില്ല. അങ്ങ് മനസ്സിലാക്കണം. പിന്നെ ആങ്കറുടെ ചോദ്യം, എന്താ ആങ്കറുടെ ചോദ്യത്തിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെയാണ് CEO ഇതിനുള്ളിൽ കയറിയത്? അതോടൊപ്പം അങ്ങ് ചോദിക്കുന്നു എന്ത്, ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയെന്ന് ബോധ്യപ്പെടുന്ന സ്ഥാപനം കേരളത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കുമായിരുന്നില്ലേ? അങ്ങയുടെ മുമ്പിലില്ലേ കാറ്റാടിപ്പാടത്തെ കോടികൾ, മുഖ്യമന്ത്രിയുടെ രമ്യകർമ്മ്യം, വരദരാജാരിയുടെ തലപരിശോധന? ഞാൻ പത്രത്തിനെതിരെ കേസെടുക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. പത്രത്തെ സാക്ഷിയാക്കി PR ഏജൻസിക്കെതിരെ ഇത്തരം ഗുരുതരമായ ഒരു വാർത്ത പ്ലാന്റ് ചെയ്തു എന്ന് പത്രം പറയുന്ന PR ഏജൻസിക്കെതിരെ കേസെടുത്തൂടെ? മാധ്യമങ്ങളെ നിങ്ങൾ വെറുതെ വിടൂ. അത് മാധ്യമങ്ങളോടുള്ള ഈ ഇടത് സർക്കാരിന്റെ ഉദാരമായിട്ടുള്ള സമീപനമായി നമുക്ക് കണക്കാക്കാം. പക്ഷെ PR ഏജൻസിയോട് എന്തിനു ഉദാരത? തീർച്ചയായിട്ടും PR ഏജൻസി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, PR ഏജൻസിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ നിർമ്മാണ കമ്പനിയും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കരാറുമില്ല. അത് ഉണ്ട് എന്ന് കരുതിയിട്ടുള്ള ഏതോ ഹിന്ദുവാണ്. ഇനി എന്ത് ഹിന്ദു വെളിപ്പെടുത്തട്ടെ. ഞങ്ങളുടെ പ്രചാരകരായി പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ സാമൂഹികമായിട്ടുള്ള അസഹിഷ്ണുത ഉണ്ടാവുന്നത് കേരളത്തിനാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പത്രത്തിൽ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ എഴുതി കൊടുത്താൽ മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കണോ? അപ്പൊ എന്റെ മറുചോദ്യം, നിശബ്ദനായിരിക്കേണ്ട, വിവരങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാം. പക്ഷെ എന്റെ മറുചോദ്യം അങ്ങ് കേക്ക്. അങ്ങനാണെങ്കിൽ ഇതേപോലെ തന്നെ ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണ്ണക്കുരു കടത്തിയെന്ന്, പരിശുദ്ധ ഖുർആനിനുള്ളിൽ സ്വർണം കടത്തിയെന്ന്, അതൊക്കെ EDയുടെ മൊഴികളും EDകളുടെ കൺക്ലൂഷൻസും ED കോടതിയിൽ കൊടുത്തതുമായ രേഖകളെ ഉദ്ധരിച്ചാണല്ലോ ആ വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഇവിടെ പത്രം തന്നെ PR ഏജൻസിയാണ് നൽകിയതെന്ന് പറയുമ്പോൾ ആ PR ഏജൻസിക്കെതിരെ നടപടിയെടുത്തൂടെ? അവിടെയാണ് എനിക്ക് ഞാൻ എന്റെ ഭാഗം പൂർത്തീകരിക്കാൻ അങ്ങ് സമ്മതിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി? ഈ വിവരം വസ്തുതയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട മാന്യമായ ഒരു ഉത്തരവാദിത്തം വയനാട് ദുരന്തം മുതൽ കേരളത്തിലെ സമീപത്ത് ഒരു അവസരത്തിലും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തകരും കാണിച്ചിട്ടില്ലാത്ത ക്രോസ് ചെക്ക് ചെയ്യുക, നടത്തിയ PR ഏജൻസിയോട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നാണ് ചോദ്യം. നിങ്ങൾ മാധ്യമങ്ങളെ വിട്ടേക്കൂ, മാധ്യമം മാപ്പ് പറഞ്ഞു, ശരി. പക്ഷേ ഈ PR ഏജൻസിക്കെതിരെ നടപടി വേണ്ടേ? ഞാൻ പറയട്ടോ, പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഹിന്ദു കൂടുതൽ വിവരങ്ങൾ പറയട്ടെ. എങ്ങനെയാണ് ഈ വാർത്ത രചിക്കാൻ പരാമർശം നൽകിയത്? ഇനി അതിൽ കൂടുതൽ എന്താ തെളിവാ വേണ്ടത് ജേക്ക്? അവിടെ പ്രശ്നമുണ്ടല്ലോ. കാരണം എന്താണ്? ബാക്കി ഹിന്ദു പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അത് ഹിന്ദുവിന്റെ വാദമായി നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങൾ നമുക്കിപ്പോ വിശ്വസിക്കണമെന്ന് അങ്ങ് വാശി പിടിക്കുകയാണ്. ബാക്കി ഹിന്ദുവിന്റെ വാദങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ? ഇത്തരം പുരോഗമനപരമായ നിലപാടെടുക്കുന്ന ജേർണലിസ്റ്റിക് ഫിഗറുള്ള ഒരു പത്രത്തിന് സംഭവിച്ച ഒരു പിശകായി ചൂണ്ടിക്കാണിച്ചു. ആ വിശദീകരണത്തെ കുറിച്ചാണ്. ആ വിശദീകരണം നിങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ആ PR ഏജൻസിക്കെതിരെ നടപടിയെടുക്കണം.
അതന്വേഷിക്കണ്ടേ? അതന്വേഷിക്കാൻ ഉത്തരവിട്ടൂടെ? അങ്ങ് അന്യാദൃശ്യമായി നിഷ്കളങ്കരായി മാറരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം എന്താണ്, അതേ പത്രക്കുറിപ്പിലെ വാചകങ്ങളെ തന്നെയല്ലേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡിസ്മാൻഡിൽ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു PR ഏജൻസി സർക്കാരിനുണ്ട്. അരുൺ പുത്തരിക്കണ്ടത്തിലെ മൈതാന പ്രസംഗത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇത്ര സമയം അനുവദിച്ചു കൊടുത്തു. അയാൾ പറഞ്ഞെന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞൊരു കാര്യത്തിന് ഏതിനാണ് മറുപടി പറഞ്ഞത്? ഏതിന് മറുപടി പറഞ്ഞു? നിങ്ങൾ RSSുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ ഓരോന്ന് പുറത്തു വരിക. ഇപ്പൊ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനം ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ താങ്കൾ പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇത്രയേറെ പറഞ്ഞിട്ട് ഞാൻ കേട്ടുന്നു. മര്യാദയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, BJPയുടെ ജില്ലാ പ്രസിഡന്റ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് ക്ഷണിച്ചു കൊണ്ടുപോയത് എവിടെ? കണ്ണൂരിൽ. എത്ര ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നതാ? എന്നിട്ട് പോയില്ലേ? BJP ജില്ലാ പ്രസിഡന്റ് പോയില്ലേ? നിങ്ങൾ RSSുമായി നിങ്ങൾ ഈ രൂപത്തിലുള്ള പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നല്ല ബന്ധത്തിലാ. പിന്നെ ഇപ്പൊ പറയും മലപ്പുറത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് കേരളത്തിനകത്ത് പുറത്തുകൊണ്ടുവന്നാരാ? നിങ്ങളുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനല്ലേ? അത് കേരളത്തിലുണ്ടാക്കിയ ഡാമേജ് എത്രയാ? അതല്ലേ ഈ രാജ്യമൊട്ടാകെ RSSകാരൻ പുലമ്പുന്നത്? അതിന്റെ വഴിമരുന്ന് ഇട്ടുകൊടുത്താരാ? നിങ്ങളല്ലേ? 977 RSSന്റെ ജനസംഘവുമായി ഒന്നിച്ച് മത്സരിച്ച് ചെങ്കൊടിയും കാവിക്കൊടി ഒന്നിച്ച് കെട്ടി മത്സരിച്ച് MLA ആയി കൂത്തുപറമ്പിൽ MLA ആയ ആളാ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറന്നുപോയിട്ടുണ്ടോ? ഞങ്ങളെ കേസുണ്ടായിരുന്നു. ഇടപെട്ടിട്ടില്ലല്ലോ. കേസെടുക്കാതെ എന്നുള്ള ചോദ്യത്തിനെ കുറിച്ചും ഉത്തരം പറയണം. ശരി, എനിക്കൊന്ന് റിജിൽ ആ ചോദ്യത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. സമയം എക്സീഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ചർച്ച തുടരേണ്ടി വരും. PR ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്തത് കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, CPM പ്രതിനിധി ജെയ്സി തോമസ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ. Debate with Dr. Arun Kumar.